ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് 1.5 ടേബിൾ സ്പൂൺ, വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ 250 ഗ്രാം, സവോള 2 എണ്ണം, പച്ചമുളക് 5, കറിവേപ്പില, മല്ലിയില, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ബ്രെഡ് ക്രംസ് ആവശ്യത്തിന്. നമുക്കൊരു പാൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഷ്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാം. നന്നായിട്ടൊന്ന് മസാലയുമായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന 2 പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഒരല്പം ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ള ഷേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഫ്ലവർ ഷേപ്പാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇതിലേക്ക് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലുള്ള ഫ്ലവർ ഷേപ്പും റൗണ്ട് ഷേപ്പാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് എഗ്ഗിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ക്രിസ്പി ചിക്കൻ കട്ട്ലറ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം.